മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കായി പ്രതിരോധത്തിനിറങ്ങിയ CPM കൂടുതൽ വെട്ടിലേക്ക് വീഴുകയാണ്. വീണ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്രമക്കേടുകൾ പുറത്തു വരുമ്പോഴാണ് വിഷയത്തിൽ CPM പ്രതിരോധത്തിലായിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ രേഖകളിൽ കൃത്രിമം കാണിച്ചതായി രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ നിർണായക കണ്ടെത്തലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. എക്സാലോജിക് കമ്പനി മരവിപ്പിക്കാനായി നൽകിയ അപേക്ഷയിലും സത്യവാങ്മൂലത്തിലും തെറ്റായ വിവരങ്ങളുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് ബാംഗ്ലൂരു ROCയുടെ റിപ്പോർട്ടിലുള്ളത്. എക്സാലോജിക്കിനും വീണയ്ക്കും കുരുക്കായ ROC ബാംഗ്ലൂരുവിൻ്റെ റിപ്പോർട്ടിൽ മരവിപ്പിക്കലിലെ ക്രമക്കേടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കമ്പനി മരവിപ്പിക്കൽ നടപടിക്കായി ROCക്ക് സമർപ്പിച്ച രേഖകളിൽ വീണ വിജയൻ അടിമുടി കൃത്രിമം കാണിച്ചതാണ് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നത്. മരവിപ്പിക്കലിന് അപേക്ഷിക്കാനുള്ള യോഗ്യത എക്സാലോജിക്കിനുണ്ടായിരുന്നില്ല. 2 വർഷത്തിനിടയിൽ ഒരു ഇടപാട് പോലും നടത്തിയിട്ടില്ലാത്ത കമ്പനികൾക്ക് മാത്രമാണ് മരവിപ്പിക്കൽ അപേക്ഷ നൽകാൻ സാധിക്കുക. ഇത് മറച്ചുവെച്ചാണ് 2022 കമ്പനി അപേക്ഷ നൽകിയത്. 2021 മെയ് മാസത്തിൽ എക്സാലോജിക്കിന് ഇടപാട് നടത്തിയതിന് രേഖയുണ്ടെന്ന് ROC പരിശോധനയിൽ കണ്ടെത്തി. തീർപ്പ് കൽപ്പിക്കാത്ത നിയമ നടപടികളോ നികുതി അടയ്ക്കാനുണ്ടെങ്കിലോ മരവിപ്പിക്കലിന് അപേക്ഷിക്കാനാവില്ല. നിയമ നടപടികളില്ലെന്നും നികുതി ബാക്കിയില്ലെന്നുമാണ് എക്സാലോജിക്ക് നൽകിയ രേഖ. എന്നാൽ 2021 കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനി ഡയറക്ടർക്ക് അടക്കം നോട്ടീസ് കിട്ടിയത് എക്സാലോജിക്ക് മറച്ചുവെച്ചു. ആദായ നികുതിയായി 42,38,038 രൂപയും അതിൻ്റെ പലിശയും എക്സാലോജിക്ക് അടയ്ക്കാൻ ബാക്കിയുണ്ടായിരുന്നു. ഇതെല്ലാം മറച്ചുവെച്ച് എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുവെന്നുള്ള തെറ്റായ സാക്ഷ്യപത്രങ്ങളാണ് വീണയും എക്സാലോജിക്കും ഹാജരാക്കിയത്. 2022 നവംബറിൽ കമ്പനി മരവിപ്പിച്ചതിന് ശേഷം സമർപ്പിക്കേണ്ട രേഖകൾ ഹാജരാക്കിയതുമില്ല. രേഖകൾ കെട്ടിച്ചമച്ചതിനും വിവരങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതിനും എക്സാലോജിക്കിനും വീണയ്ക്കുമെതിരെ തടവ് ശിക്ഷയും പിഴയും കിട്ടാവുന്ന വകുപ്പുകൾ ചുമത്തണമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. വീണ വിജയൻ്റെയും കമ്പനിയുടെയും രേഖകൾ സാക്ഷ്യപ്പെടുത്തിയ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കന്ദസ്വാമി ത്യാഗരാജു ഇളയരാജയെയും പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് റിപ്പോർട്ടിലെ ശുപാർശ. വീണ നടത്തിയ ക്രമക്കേടുകൾ പിഴശിക്ഷയിൽ ഒതുക്കാവുന്നതല്ലെന്നും പ്രോസിക്യൂട്ട് നടപടികൾ വേണമെന്നുമാണ് റിപ്പോർട്ടുള്ളത്. രേഖകളിൽ കൃത്രിമം കണ്ടെത്തിയ സാഹചര്യത്തിൽ കമ്പനി മരവിപ്പിച്ച നടപടി പിൻവലിക്കാമെന്ന നിർദ്ദേശമുണ്ട്. അതേസമയം വിഷയത്തിലെ രേഖകൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ മാസപ്പടി വിവാദത്തിലെ കേന്ദ്ര അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണമുയർത്തി പ്രതിരോധം തീർക്കാൻ CPM തയ്യാറാകുന്നുണ്ട്. നേരത്തെ വീണയുടെ കമ്പനിയും CMRലും നടത്തിയ ഇടപാടിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം തുടങ്ങിയിരുന്നു. കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ താൽപ്പര്യത്തിന് ഉപയോഗിക്കുന്നുവെന്ന് LDF കൺവീനർ EP ജയരാജൻ നേരത്തെ ആരോപിച്ചിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട വിവിധ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തിയിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അടക്കം ബന്ധിപ്പിക്കാൻ കഴിയാതിരുന്നതോടെയാണ് CPM രാഷ്ട്രീയ പ്രതിരോധവുമായി രംഗത്ത് വന്നത്. കേന്ദ്ര ഏജൻസികളെ BJP സർക്കാർ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്നായിരുന്നു CPM ആരോപണം. എക്സാലോജിക്കിനും KSIDCക്കുമെതിരായ കേന്ദ്ര അന്വേഷണത്തെയും CPM അങ്ങനെ തന്നെ പ്രതിരോധിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. കരിമണൽ കമ്പനി CMRലുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കിനുള്ള ബന്ധം അന്വേഷിക്കാനാണ് കേന്ദ്രം ഉത്തരവിട്ടത്. കമ്പനികാര്യ മന്ത്രാലയമാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. മാസപ്പടി വിഭാഗത്തിലെ ആദായ നികുതി ബോർഡിൻ്റെ കണ്ടെത്തലിൻ്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം. 2017 എക്സാലോജിക്കും CMRലും മാർക്കറ്റിംഗ് കൺസൾട്ടൻസി സേവനങ്ങൾക്കായി കരാറിൽ ഒപ്പുവെച്ചത്. കരാർ പ്രകാരമാണ് വീണയ്ക്ക് എല്ലാ മാസവും 5 ലക്ഷം രൂപയും എക്സാലോജിക്കിന് 3 ലക്ഷം രൂപയും CMR നൽകി വന്നിരുന്നത്. എന്നാൽ പണം നൽകിയ ഈ കാലയളവിൽ വീണയോ കമ്പനിയോ ഒരു തരത്തിലുമുള്ള സേവനവും CMRന് നൽകിയിട്ടില്ല എന്ന് കണ്ടെത്തി. CMRL ഡയറക്ടർ ശശിധരൻ കർത്ത ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന് നൽകിയ മൊഴിയാണ് കണ്ടെത്തലിൻ്റെ അടിസ്ഥാനം. 1.75 കോടി രൂപ ബാങ്ക് അക്കൗണ്ട് വഴി എക്സാലോജിക്കിന് നൽകിയതായാണ് റിപ്പോർട്ട്.